ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി.എഡ് പെഡഗോഗി സബ്ജക്റ്റുകളെ കുറിച്ചാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് രണ്ട് മേഖലകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ഒന്നാമത്തത് നിങ്ങളുടെ കൺസേൺഡ് പെഡഗോഗി സബ്ജക്റ്റുകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സബ്ജക്റ്റ് മീനിങ്, സ്കോപ്പ്, നീഡ്, സിഗ്നിഫിക്കൻസ്, വാല്യൂസ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് പോലുള്ള കാര്യങ്ങളാണ്. അത് ജനറൽ ആയിട്ട് വരുന്നതാണ്. എല്ലാ കുട്ടികൾക്കും അവരവരുടെ സബ്ജക്റ്റിന്റെ കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടി വരിക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ്. അത് എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ട് അത് നമ്മൾ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അതിനുശേഷം റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആൻഡ് ഇന്റർറിലേഷൻ എമംഗ് ദി ഡൊമൈൻസ്. The last one, correlation between the subjects. ഇതില് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് തന്നെയാണ്. പല രീതിയിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ബ്ലൂംസ് ടാക്സോണമി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ്, കോഗ്നിറ്റീവ് ഡൊമൈന്, അഫക്റ്റീവ് ഡൊമൈന്, സൈക്കോമോട്ടർ ഡൊമൈൻ, ഇവ മൂന്നും ഉൾച്ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൽ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂം എന്നുള്ള വ്യക്തിയാണ്. ടു ഡിഫൈൻ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്ലാസിഫൈ ദ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നത്? അത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ക്ലാസിഫൈ ചെയ്യാനും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ. ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ബേസിക് ആയിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. 1956 ഈ ടാക്സോണമി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ടാക്സോണമിയോടനുബന്ധിച്ച് സൈക്കോമോട്ടർ ഡൊമൈന് വേറൊരു വ്യക്തി കൂടി കടന്നു വരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളതും ഏത് വർഷവുമാണെന്നും ആ സമയത്തുള്ള വ്യക്തി ആരാണെന്നും അത് റിവൈസ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്നുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇവ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഈ ബ്ലൂംസ് ടാക്സോണമി ആദ്യം മെൻഷൻ ചെയ്യുകയും അതിനുശേഷം റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എക്സ്പ്ലെയിൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇവ ആദ്യം നിർബന്ധമായിട്ടും പഠിക്കുക. ദെൻ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതായത് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടർ ഡൊമൈനുമാണ്. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് റീകോൾ ഓഫ് നോളജ് ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് എന്നുള്ളതാണ്. നമ്മൾ അറിവുകളെ റീകോൾ ചെയ്യുകയും അത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, ഇന്റർപ്രിറ്റ് ചെയ്യുക, അതിനെ മറ്റൊരു മേഖലയിൽ കൊണ്ട് അപ്ലൈ ചെയ്യുക. അതിനൊക്കെ എന്ത് ചെയ്യണം? കിട്ടിയ അറിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആ കിട്ടിയ അറിവിനെ റീകോൾ ചെയ്യാനും ആ റീകോൾ ചെയ്തതിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് അപ്ലൈ ചെയ്യാനും ആ അപ്ലൈ ചെയ്തതിൽ നിന്നും കിട്ടുന്ന അറിവുകൾ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ തിരുത്താനും ഒക്കെ കഴിയുന്നതിനെയാണെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഉൾപ്പെടുന്നത്. അഥവാ അറിവ് കിട്ടിയാൽ മാത്രം പോരാ, ആ അറിവിനെ നമ്മൾ ഒരു അപ്ലൈ ചെയ്തിട്ട് അതിന്റെ തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് യഥാർത്ഥ അറിവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രോസസ്സുകളാണ് ഈ ഫസ്റ്റിലെ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ എടുത്ത് പറയുന്നത്. അതേപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അത് ഇമോഷൻസുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ വാല്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്സ്, വാല്യൂസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഇൻട്രസ്റ്റും വാല്യൂസും അഡ്ജസ്റ്റ്മെന്റ്സും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ സൈക്കോമോട്ടോർ ഡൊമൈൻ. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ് എന്നുള്ളതാണ്. നമ്മൾ ഓടാനും ചാടാനും പിടിക്കാനും എറിയാനും മറ്റുമൊക്കെയുള്ള സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ പിന്നെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എവിടെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്നുള്ളതിൽ
വരുന്നത്. ഇതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ദോസ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഡീൽ വിത്ത് റീകോൾ ഓർ റിക്കഗ്നിഷൻ ഓഫ് നോളജ്. കണ്ടെത്തുകയോ അതല്ലെങ്കിൽ അത് തിരിച്ചറിയുകയോ ചെയ്യുക, അറിവുകളെ തിരിച്ചറിയുകയോ ചെയ്യുക. ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് എന്നുള്ളത്. ദിസ് ഡൊമൈൻ കൺസിസ്റ്റ് ഓഫ് 6 parts and arranged in a hierarchical order in increasing level of difficulty. അതായത് സിമ്പിളിൽ നിന്നും സിംപ്ലിസിറ്റിയിൽ നിന്നും ഡിഫിക്കൽറ്റിയിലേക്കുള്ള ഉയർച്ച ആ രീതിയിലാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനം കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അറിവിലേക്ക് എത്തുന്നതിനെയാണെന്ന് പറയുന്നത് ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഹൈറാർക്കിക്കൽ ഓർഡറിലായിട്ട് 6 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് 6 പാർട്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മാനർ എന്ന് പറയുന്നത് അറിവ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്, നോളജ് അക്വയർ ചെയ്യുക. എന്നിട്ട് അതിനെ കോംപ്രിഹെൻഷൻ നടത്തുക. അതായത് കിട്ടിയ അറിവിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പറയാൻ കൂടി കഴിയുന്നുണ്ടെങ്കിൽ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ആ കിട്ടിയ അറിവ് നമ്മൾ മനസ്സിലാക്കിയ വ്യക്തമായ അറിവിനെ അപ്ലിക്കേഷൻ ചെയ്യുകയാണ്, അപ്ലൈ ചെയ്യുക വഴി കിട്ടിയ അറിവ് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് അല്ലെങ്കിൽ അതിൽ ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. ആ അനലൈസ് ചെയ്തിട്ട് പുതിയ അറിവുകളെ അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ അതിനെ സിന്തസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പക്കാവായിട്ടുള്ള അറിവാക്കി മാറ്റുന്നു. എന്നിട്ട് അവസാനം നമ്മൾ അതിനെ ശരിക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നു, വീണ്ടും മറ്റു ആദ്യ പടികളിലേക്ക് എത്തുന്നു. അഥവാ കോഗ്നിറ്റീവ് ഡൊമൈനിൽ 6 സ്റ്റെപ്പുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ സിമ്പിളിൽ നിന്നും ലാസ്റ്റ് ഡിഫിക്കൽട്ടിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജസിനെയാണ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ 6 സ്റ്റേജുകളായിട്ട് എടുത്തു പറയുന്നത്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ പിരമിഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നോളജ് ആണ്, സെക്കൻഡ് കോംപ്രിഹെൻഷൻ ആണ്, തേർഡ് അപ്ലിക്കേഷൻ ആണ്, നെക്സ്റ്റ് വൺ അനലൈസ് ചെയ്യുകയാണ്, അതിനെ സിന്തസൈസ് ചെയ്യുകയാണ്, ലാസ്റ്റ് വൺ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ 1956 ബ്ലൂംസ് ടാക്സോണമി അല്ലെങ്കിൽ ബ്ലൂംസ് കൊണ്ടുവന്നിട്ടുള്ള ടാക്സോണമി, ബെഞ്ചമിൻ എസ് ബ്ലൂം കൊണ്ടുവന്നിട്ടുള്ള ടാക്സോണമി പ്രകാരമാണ് ഈ ഒരു 6 തരമായിട്ട് തരംതിരിക്കുന്നത്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യം വരിക റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആയിരിക്കാം എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ. സെക്കൻഡ് ഡൊമൈൻ എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ ആണ്. ദ അഫക്റ്റീവ് ഡൊമൈൻ റെഫേഴ്സ് ടു ദി ഇമോഷണൽ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ എൻഗേജ്മെന്റ് വിത്ത് ദി സബ്ജക്ട് മാറ്റർ, വൈൽ ദ കോഗ്നിറ്റീവ് ഡൊമൈൻ റെഫേഴ്സ് ടു നോളജ് ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽസ് റിലേറ്റഡ് ടു ദി സബ്ജക്ട് മാറ്റർ. അതായത് നമുക്ക് കിട്ടിയ അറിവും ബുദ്ധിയും കഴിവും സ്കില്ലുകളും കാര്യങ്ങളൊക്കെ സാഹചര്യവും സന്ദർഭത്തിനും അനുസരിച്ച് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നല്ല ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയുക. ഓക്കെ, നമ്മുടെ ബുദ്ധിശക്തി എല്ലായിടത്തും ചിലപ്പം എല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ചില ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് വേരി ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കൂടി കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ ഇമോഷൻസിനെ വാല്യൂസ്, എത്തിക്സ്, മൊറാലിറ്റി, ഇൻട്രസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് അത് വ്യക്തമായ മാനറിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഇമോഷൻ എങ്ങനെയാണ്, ഫാമിലിയിൽ എങ്ങനെയാണ് ഇമോഷൻ പ്രകടിപ്പിക്കേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ കൂടി നമ്മൾ കഴിയുമ്പോൾ നമുക്ക് അതിലൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇമോഷണൽ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ എൻഗേജ്മെന്റിനെയാണ് എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അഫക്റ്റീവ് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഫീലിംഗ്സ് of the educational and social attitudes and increase the emotional objectives, namely attitude, interests, values and appreciation. ഓക്കെ, ഈ അഫക്റ്റീവ് ഡൊമൈനിലും കുറച്ച് ഒബ്ജക്റ്റീവ്സ് എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യുക, പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ നടത്തുക, കൂട്ടിച്ചേർക്കുക, ദെൻ വാല്യൂ ചെയ്യുക, അതിനൊരു വിലയും നിലയും കണക്കാക്കുക. ഇതാണ് അഫക്റ്റീവ് ഡൊമൈനിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക, ആ ഇമോഷനെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ആ ഇമോഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒബീഡിയന്റ് ചെയ്യുക, വളണ്ടിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, സാറ്റിസ്ഫൈഡ് ആവുക, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവുക എന്നുള്ളതാണ്. ആ പാർട്ടിസിപ്പേഷൻ അതിനനുസരിച്ച് അതിനെ ഒരു വാല്യൂ, ഒരു വില മതിക്കുക, അല്ലെങ്കിൽ അതിനൊരു
പിന്നെ വാല്യൂ കണക്കാക്കുക. മോട്ടിവേറ്റഡ് ടു ഇൻവെസ്റ്റ് ചൂസസ് ദി ബിഹേവ് ഇൻ എ certain way, frequently begin to identify with a behavior and commit to do it. Then next one, organize ചെയ്യുക. Then last, characterize ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലേക്ക് ആ ഒരു അഫക്റ്റീവ് ഡൊമൈൻ കൊണ്ടുവരിക. നമ്മൾ എല്ലാ പ്രവൃത്തിയിലും ആ ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പിലുള്ള അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ആ എല്ലാ പ്രവൃത്തിയിലും അത് കൊണ്ടുവരാൻ കൂടി ശ്രമിക്കുക. അത് വിശ്വാസത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലെല്ലാത്തിലും. ഓക്കെ, സോ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞതിൽ 5 പാർട്ടുകൾ അല്ലെങ്കിൽ 5 സ്റ്റേജുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ പെർസീവിങ്, സെക്കൻഡ് വൺ റെസ്പോണ്ടിങ്, ദെൻ വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. ഓക്കെ, ദെൻ തേർഡ് വൺ സൈക്കോമോട്ടോർ ഡൊമൈൻ. സൈക്കോമോട്ടോർ ഡൊമൈന് ഈ ബ്ലൂംസ് ടാക്സോണമി പ്രകാരം തന്നെ എലിസബത്ത് സിംപ്സൺ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് പഠിച്ച് അതിനെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് എലിസബത്ത് സിംപ്സൺ എന്ന് പറയുന്നത്. അത് ഒബ്സർവ് ചെയ്യുന്നത് മുതൽ ഇൻവെൻഷൻ നടത്തുന്നത് വരെയുള്ള ആ സ്റ്റേജുകളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡൊമൈനിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എലിസബത്ത് സിംപ്സൺ ബ്ലൂംസ് ടാക്സോണമിയുടെ വർക്ക് പ്രകാരം തന്നെയാണ് അതിനെയാണ് ബാക്കപ്പ് ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്, എലിസബത്ത് സിംപ്സൺ. അതുകൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ബെഞ്ചമിൻ എസ് ബ്ലൂംസ് ആണ് ഈ ടാക്സോണമി കൊണ്ടുവന്നത്. ഇതിൽ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് മാത്രമാണ് എലിസബത്ത് സിംപ്സൺ കൂടുതലായിട്ട് പഠിച്ച് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ദ സൈക്കോമോട്ടോർ ഡൊമൈൻ ഇൻക്ലൂഡ്സ് ഫിസിക്കൽ മൂവ്മെന്റ്, കോർഡിനേഷൻ ആൻഡ് യൂസ് ഓഫ് ദി മോട്ടോർ സ്കിൽ ഏരിയാസ്. Development of these skills requires practice and is measured in terms of speed, precision, procedures or techniques in execution. പ്രാക്ടീസിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സൈക്കോമോട്ടോർ ഡൊമൈനുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. അത് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുക വഴിയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിനും കുറച്ച് സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആണ്. 2 സെറ്റ് ചെയ്യുക, ദെൻ ഗൈഡഡ് റെസ്പോൺസ് നടത്തുക, മെക്കനൈസേഷൻ ആക്കുക, കോംപ്ലക്സ് ഓവർട്ട് റെസ്പോൺസ് ആക്കുക, ദെൻ അഡാപ്റ്റേഷൻ, ദെൻ ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരു 7 സ്റ്റേജസുകളിലൂടെയാണ് പെർസീവ് ചെയ്തു ആ കാഴ്ചപ്പാട്, അതായത് എന്തൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തിക്ക് കുട്ടിക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആ കുട്ടിക്ക് ഉണ്ടാവണം. അതിനനുസരിച്ച് അതിനൊരു സെറ്റ് നടത്തുക, റെസ്പോണ്ടഡ് ഗൈഡ് നടത്തുക, ഗൈഡഡ് റെസ്പോൺസ് നടത്തുക, ദെൻ മെക്കനൈസേഷൻ, കോംപ്ലക്സ് ഓവർട്ട് റെസ്പോൺസ്, അഡാപ്റ്റേഷൻ ആൻഡ് ദെൻ ഒറിജിനേഷൻ. ഇങ്ങനെ 7 സ്റ്റേജുകളാണ് സൈക്കോമോട്ടോർ ഡൊമൈനിലുള്ളത്. സോ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അതിൽ 3 ഡൊമൈനുകളായിട്ടാണ് എടുത്തു പറഞ്ഞത്: കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഉള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മാനറിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള മാനറിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ, ഇതെല്ലാം സിമ്പിൾ മാനറിൽ നിന്നും പിന്നെ ഡിഫിക്കൽട്ട് മാനറിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തുന്നതാണ്. ആദ്യം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മാനറിലൂടെ പഠിച്ച് അവസാനം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാനറിലേക്ക് എത്തുന്നതാണ് ഏതിൽ പറയുന്നത്, ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത്. സോ നിങ്ങൾ നോട്ട് ചെയ്യുക, പ്രധാനമായിട്ടും ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് 3 ഡൊമൈനുകളിലൂടെയാണ്. ആ 3 ഡൊമൈനിന്റെയും ഒബ്ജക്റ്റീവ് എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ 3 ഡൊമൈനിലും ആദ്യം എടുത്ത് പറയുന്നത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ പാർട്ടാണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ പാർട്ടാണ്. സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സംബന്ധമായിട്ടുള്ള പ്രവർത്തന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആണ് എന്ത് വരുന്നത്, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആൻഡ് ഇന്റർറിലേഷൻ എമംഗ് ദി ഡൊമൈൻസ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് അതും കൂടി പരിചയപ്പെടാം. ജസ്റ്റ് ഇതിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കതിനെ പരിചയപ്പെടാവുന്നതാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.